അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള ഒരു ഭരണ സംവിധാനം തന്നെ വേണം നമുക്ക് എപ്പോഴും. അതാണ് നമ്മൾ ശീലിച്ചത്. അല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ശീലിച്ചതെല്ലാം തന്നെ ഏറ്റവും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ നേരിട്ട് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലം മാറി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെയൊക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാര്യം എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയും ഞാൻ എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് പോകാനുള്ളൊരു മനസ്സ് കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് ഒരുപാട് എനിക്കറിയാവുന്നവരും പ്രിയപ്പെട്ടവരും ഇഷ്ടമല്ലാത്തവരും താല്പര്യമില്ലാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരോടും ഒരു വ്യത്യാസം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രചരണത്തിന് ഇറങ്ങാതിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. പിഷാരടി മാത്രമല്ല, എനിക്ക് അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ഇപ്പം നിലവിൽ മന്ത്രിമാരായിട്ടിരിക്കുന്നവരും MLA മാരായിട്ടിരിക്കുന്നവരും ഒരുപാട് നല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഉറ്റുനോക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കുള്ള ഒരു നാടാണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ദീർഘകാലത്തെ തൊടുപുഴയിലെ വോട്ടറാണല്ലോ ഇത്തവണ PJ ജോസഫ് മാറി നിൽക്കുകയാണ്. അതിനെങ്ങനെയാണെന്ന് കാണുന്നത്? ജോസഫ് സാറിന് മാറി നിന്നത് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാർ വരട്ടെ, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ, വികസനം കൊണ്ടുവരുന്ന ഭരണമാണ് വേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നടൻ ആസിഫ് അലി. അദ്ദേഹം